സോ ഞങ്ങൾ എന്തായാലും ഇതൊരു ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുവാണ്. Fida Queen Russia and take photo Fida. ഒരിങ്ങനെ ഒരു ആർക്ക് ഷേപ്പിലാണ് ഈ ഒരു ഇത് ഞങ്ങളുടെ ഡേ 4 ഇൻ റഷ്യ ആൻഡ് ഡേ 2 ഇൻ സെന്റ് പീറ്റേഴ്സ്ബർഗ്. അതെ, ഇന്ന് 10th ഫെബ്രുവരി. ഇവിടുത്തെ ടെമ്പറേച്ചർ 11th ഫെബ്രുവരി. ഇന്ന് 11th ഫെബ്രുവരി. ഇവിടുത്തെ ടെമ്പറേച്ചർ അറൌണ്ട് -90 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്നോഫോൾ ചെറുതായിട്ട് സ്നോഫോൾ ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാം ആസ് യൂഷ്വൽ സ്നോ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഞങ്ങളിന്ന് റൂമിൽ നിന്ന് പുറത്തിറങ്ങാണ്. ഇന്ന് ഞങ്ങൾ മാച്ചിങ് ഔട്ട്ഫിറ്റ് ഒക്കെയാണ്. ഔട്ട്ഫിറ്റും ഫോൺ കേസും ഫോൺ കേസ് സെയിം ആണ്. സെയിം ഫോൺ കേസ്. ട്രാവലിന്റെ ഒരു ഫോൺ കേസ്. ഐഫോൺ ഗേൾ, സാംസങ് ബോയ്. പിന്നെ എൻ്റെ ഹുഡി ഇത് എന്റേത്. ഞങ്ങളുടെ സെയിമാ. ഞങ്ങളെ ഫസ്റ്റ് പ്ലേസ് പോകുന്ന എവിടെ വെച്ചാല് പിഷ്കി ഡോണറ്റ്സ് എന്നൊരു ഫേമസ് റഷ്യൻ സ്റ്റൈൽ ഡോണറ്റ്സ് ഉണ്ട്. അങ്ങോട്ടാണ് ഞങ്ങളിപ്പോ ഹെഡ് ചെയ്യണത്. ഞങ്ങളവിടെ നിന്ന് 15 minutes വാക്കേ ഉള്ളൂ. അറൗണ്ട് 1.2 കിലോമീറ്റേഴ്സ് ഉള്ളൂ. ഞങ്ങള് റൂം എടുത്തിരിക്കുന്നതിന്റെ അടുത്ത് നിന്ന് ഒരുപാട് സ്ഥലങ്ങൾ അടുത്തടുത്താണ് ഉള്ളത്. സോ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് ഇപ്പോൾ വാക്ക് ചെയ്ത് പോവുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇപ്പോഴും സ്നോഫോൾ ഉണ്ട് ഇപ്പോഴും. ഇവിടെയൊക്കെ ഇങ്ങനെ ചെളിഞ്ഞ് കിടക്കുവാണ്. അത് സ്നോടെയാണ്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം. അടിപൊളി ലുക്കാണ്. നല്ല ഞങ്ങൾ സ്ലിപ്പ് ആവുന്നുണ്ട്. ഞങ്ങൾക്ക് ആക്ച്വലി ഈ ജാക്കറ്റ് ഭയങ്കര പുറത്താണ്. ഡക്കാത്തിലോണ് നിർത്തിയ ജാക്കറ്റ് -10 ഡിഗ്രി അല്ലേ? ജാക്കറ്റ് പുറത്തായിരുന്നു. MT500 എന്തോ ഒരു ഇതില്ലേ? അതെ, അത് ഓഫർ വന്നപ്പോൾ ഞങ്ങൾ എടുത്തായിരുന്നു. അവിടെ എന്തൊരു വിൻഡോ സെല്ലിൽ ഓഫർ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ എടുത്തത്. പക്ഷെ ഭയങ്കര വർത്താണ് ഈ ജാക്കറ്റ് ഇട്ടിട്ട് നമുക്കൊരു തണുപ്പിന്റെ ഒരു ഫീല് അടിക്കണം. പക്ഷെ ഞങ്ങളിപ്പം അടിയിൽ തെർമൽസ് ഇട്ടിട്ടുണ്ട്, പുറത്ത് സാധാരണ കാഷ്വൽ ഡ്രസ്സ്, പിന്നെയാണ് ജാക്കറ്റ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയൊരു പ്രോബ്ലം ഇല്ല. ഞങ്ങളൊരു ആഡ് കണ്ടു. അപ്പൊ കട കണ്ടു. പക്ഷെ ഇവിടെ ഒരു ആഡും കണ്ടത് കാണിച്ചെടുക്കാം. അഫീദിന്റെ ഉമ്മീനെ ഓർമ്മ വന്ന് കാര്യങ്ങള് നിറ്റിങ്ങിന് വേണ്ടിയുള്ള വെറുതെ ഒന്ന് പോയി നോക്കാം. സ്റ്റേഷനറി സ്റ്റോറുകൾ. 2600 അത്രക്കൊണ്ടാകാം. ഇല്ല, ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുള്ള കിറ്റാണ്. ഇങ്ങനത്തെ ഒന്നിന് എത്ര നോക്കുന്നു? ഇങ്ങനത്തെ ഒന്നിനാ അതന്നെയാണോ? ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സാധനങ്ങളുള്ള ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ ഒരു ഷോപ്പാണത്. സാധനങ്ങൾ ഊളം നോക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനത്തെ വാങ്ങാം. അതെന്താ യൂസ് ഇല്ലല്ലോ. അത് 320. ഈ ടൈപ്പ് ഇത് 125. 405. ഈ ടൈപ്പല്ലേ ഉമ്മ വാങ്ങല്? ഈ ടൈപ്പാണ്. 240. ഇതിൻ്റെ ഒന്ന് വാങ്ങിയാലോ? ഇവിടെ 95. ഒരു മൾട്ടി കളർ വരുന്ന ടൈപ്പ് മോഡലാണ്. ഇതിൻ്റെ വില 400 റൂബിൾസാണ്. സോ ഇത് ഞങ്ങളെടുക്കുവാണ് അല്ലേ? ഇതൊക്കെ അങ്ങനത്തെ ഒരു സ്റ്റിച്ച് കിറ്റാണ്.
ഇതൊക്കെ എത്ര വരുന്ന 3000 4000 ഓരോന്നിനനുസരിച്ച്. ഭക്ഷണമായ എന്നുള്ള കഫേയുടെ ഫ്രണ്ടിൽ നിൽക്കുവാണ്. ഞങ്ങൾ ആ കഫേയിലേക്ക് പോകാൻ പോവാം. ഇവിടുത്തെ ഫേമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡോണറ്റും കോഫിയാണ്. സോ ഇതാണ് ആ കഫേ. സോ ലെറ്റ്സ് ഗോ. ഇവിടുത്തെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. മെനു ഫുള്ള് റെസ്റ്റോറൻ്റാണ്. ഇതാണ് മെനു. ജസ്റ്റ് ഇതിൻ്റെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ നോക്കട്ടെ. കോഫിക്ക് 58, പഫ് വിത്ത് പൗഡർ 36. എവിടെ റെസ്റ്റോറൻറ്റിന് പഫ് വിത്ത് പൗഡർ അല്ലേ? അതല്ലേ ഈ സാധനം പഫാണ്. പിഷ്കി എന്നാണ് ഇതിൻ്റെ പേര്. പിഷ്കിൻ്റെ മീനിങ് വരുന്നത് പഫ് എന്നാണ്. അപ്പോൾ ഡോണറ്റിന് അതും കോഫിക്ക് ഇതും. പിന്നെ വേറെ എന്തല്ലോ, പിന്നെ വേറെ നോക്കണ്ടല്ലോ, ജ്യൂസ് അടുത്തത്. ഓക്കെ, സോ 2 കോഫി പറയാം, പഫ് ഒരു 6 പറയാം. 6 പറയാം. ഓക്കെ പറഞ്ഞു. 6 ഡോണറ്റ്, 2 കോഫി. ഒരു ഡോണറ്റ് എത്തോണ്ട് വരും. ഈ ഡോണറ്റിൻ്റെ പുറത്തെങ്ങാണ്ട് ഒരു പൗഡർ പോലെ ഷുഗർ പൗഡർ ഇട്ട്. ഇതാണ് ആ ഡോണറ്റ്സ്. അവർ നമുക്ക് 6 കഴിക്കാൻ കഴിയുമോ? കഴിച്ചു നോക്കാം. കോഫിയൊക്കെ ഓൾറെഡി ഇവർ ചെയ്ത് വെച്ചിരിക്കുന്ന കോഫീസാണ്. കോഫി നല്ല സ്മെല്ലാണ്. ഓക്കെ, 332 റൂബിൾസാണ് അത്. ഞങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഫസ്റ്റ് ഡോണറ്റ് നോക്കാം. ഇത് ഭയങ്കര സ്മൂത്ത് പഫ്, ഇത് ഭയങ്കര ഫ്രൈഡ് ഓയിലാണ്. ഇതില്ലേ, ഇത് പിടിക്കാനൊരു ഇതുണ്ട്, വേണ്ട. അതാണ് പേപ്പേഴ്സാണ്. നല്ല ഓയിലാണ്. പക്ഷേ ഇത് ഡോണറ്റ്, ഇതെന്താണ്, നമ്മളെന്തോ ഒരു ഐറ്റം ആണല്ലോ, നമ്മളവിടെ ഒരു മധുരമൊക്കെ ഉള്ളൊരു ഡോണറ്റിന് ടെക്സ്ചർ അല്ല, വെറൈറ്റി സാധനം. നല്ല ഓയിലാണ്, ഉള്ളിൽ ഇങ്ങനെ വരുന്നത്. പിന്നെ മേലെ ഒരു ഷുഗർ കോട്ടിങ് പോലെ ഉണ്ട്. കോഫി അത്രയ്ക്കും ഒരു മിൽക്ക് അത്രയ്ക്കും ഇതല്ല, കുറച്ച് ഇത് നോക്കുക, ഇത് ഭയങ്കര ഓയിലി അല്ലേ, ഈ ഷുഗർ ഇങ്ങനെ ഇതിക്ക് മെൽറ്റ് ആയിട്ട് വരികയാണ്. നല്ല ഓയിലാണ്. പേപ്പറിനെ നോക്ക്, ഷുഗറിൻ്റെയും ഓയിലിൻ്റെയും കൂടെ ഉള്ള നല്ല ഓയിലി. നല്ല സോഫ്റ്റ് ഉള്ളിലോ. ഇപ്പം ഞങ്ങൾ ഭക്ഷണമായെന്ന് കോഫി ആൻഡ് ഡോണറ്റ് കഴിച്ചു. ഇനി ഞങ്ങൾ കസാൻ കത്തീഡ്രലിലേക്ക് പോവാണ്. ആൻഡ് ഇതിനു മുമ്പത്തേക്ക് അടിപൊളി ബിൽഡിങ്സ്, അതായത് ഞങ്ങൾ ആ ബിൽഡിങ്സ് കാണിച്ചു തരാം. ഇതൊരു കനാലാണ് പോകുന്നത്. ആ കനാലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബിൽഡിങ്സ് ആണ്. അതായത് ഒരേ ഒരു ആർക്കിടെക്ചർ ബിൽഡിംഗിൽ ഇങ്ങനെ പെയിന്റ് അടിച്ച് ഡിവൈഡ് ചെയ്ത പോലെ ഉണ്ട്. പെയിന്റ് ഡിഫറെന്റ് ആണ്, പിന്നെ വിൻഡോസും ഓരോ രീതിയിലുണ്ടല്ലേ, ഏകദേശം എല്ലാം കണക്റ്റഡ്. ആൻഡ് ഇവിടെ ഉള്ള എല്ലാം, ഇപ്പൊ ഞങ്ങൾ നടക്കുന്ന സ്ട്രീറ്റിലുള്ള എല്ലാ ബിൽഡിങ്സും പഴയ ബിൽഡിങ്സ് ആണ്. മിനിമം ഒരു 100 years ഓൾഡ് ആണ് ഈ ബിൽഡിങ്സ് എല്ലാം ഒരു വിന്റേജ് കളേഴ്സ്, അതെ, ബ്രൈറ്റ് കളേഴ്സ് ഇട്ടിട്ടല്ല, ഒരു വിന്റേജ്, ഒരു പേസ്റ്റൽ കളേഴ്സ് അല്ലേ. ഞങ്ങൾ ആ കനാല് വേണേ കാണിച്ചു തരാം.
ഇവിടെ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലം മാത്രം ഇവിടെ ക്ലീൻ ആയിട്ട് കിടപ്പുണ്ട്. ബാക്കി ഇതാണ് കനാല്. ഈ കനാലത്തെ വാട്ടർ മൊത്തം ഐസായിട്ടുണ്ട്. ആണ്. ഇന്നലെ ഞങ്ങൾ ഇതിലൂടെയൊക്കെ രണ്ടുപേരൊക്കെ നടന്നു പോകണ്ട, അങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യാല്ലേ. അതെ, പക്ഷേ ഡേഞ്ചറും ആണ്. കാരണം ചില ഏരിയ അങ്ങോട്ടൊക്കെ നോക്കി അറിയാം വെള്ളമായിട്ട് നിൽക്കുന്നുണ്ട്. അതല്ല അവിടെ നമ്മുടെ ജസ്റ്റ് താഴെ ക്യാമറ ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ പോയി. അതാരാ അവിടെ ഒരു ഹാർട്ടില് ഒരു എ എഴുതിയിട്ടുണ്ട്, മറ്റേ ഹാർട്ടില് കാണില്ല. ചെയ്താവല്ലേ നൈസ്. ഒരു അതല്ല ആ ഹാർട്ട് ശ്രദ്ധിച്ചോക്കോ, സൂം ചെയ്തോക്ക്, അതില് ആരുണ്ട്. അതെ, ഹാർട്ട് തരാ. അവിടെ ഒരു ആരോടെ ഒരു മാർക്കുണ്ട്. അടിപൊളി അടിപൊളി വ്യൂ ആണ് ഇവിടെ ഉള്ള. ഓ ഇതൊക്കെ ഈ ബിൽഡിംഗ് ഒക്കെ ഭയങ്കര ഓൾഡ് തരം. അത് ഞങ്ങളുടെ ബാക്കിൽ കാണുന്ന ആ ഒരു ബിൽഡിങ് അടിപൊളിയാണ്. സോ ഞങ്ങൾ എന്തായാലും ഇതുവരെ ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുവാണ്. ഞങ്ങൾ സെന്റ് പീറ്റേഴ്സ് ബർഗ് വന്നിട്ട് ഞങ്ങളൊരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് എടുത്തത് ടാക്സി മാത്രമാണ്. അല്ലാതെ ആക്ച്വലി ഇവിടെ ബസ്സൊക്കെ ഉണ്ട്, അപ്പൊ ഇത് എടുക്കാത്തതുകൊണ്ടാണ്. അതെ 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 അതെ. ഞങ്ങളിപ്പം കസാൻ കത്തീഡ്രലിന്റെ അടുത്തെത്തി. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കസാൻ കത്തീഡ്രലും കാണാം, പിന്നെ ചർച്ച് ഓഫ് സേവിയർ ഓഫ് ബ്ലഡ്. കസാൻ കത്തീഡ്രൽ, ഇത് ചർച്ച് ഓഫ് സേവിയർ ഓഫ് ബ്ലഡ്. ഓ ഇതാണല്ലേ, ഞാൻ അതാ നോക്കണം. അതെ അതെ അതെ. ഇതാണ് കസാൻ കത്തീഡ്രൽ, ആ ഒരു ഗോപുരങ്ങളുടെ അവിടെയാണ് മറ്റേ ചർച്ച്. ഇതൊരു വെറൈറ്റി ക്ലോസ്ഡ് ആണ്. സോ അവിടെ പോയിട്ട് ജസ്റ്റ് ഒരു ഞങ്ങൾ ജസ്റ്റ് പുറത്തുനിന്ന് മാത്രമേ അവിടുന്ന്. ഇതെന്താ രണ്ട് ഡോഗാണോ? ഡോഗല്ല, ലയണാ. ലയണോ? ആ ലയണ്. അതിനൊരു ക്രൗൺ ഉണ്ട്. അതെ, ഇത് വെറൈറ്റി പാല. ഞാൻ അങ്ങോട്ട് കയറിക്കാം. അങ്ങോട്ട് ക്രോസ് ചെയ്യാം. ആ ഇതാണ് ആ പാലം. ബ്യൂട്ടിഫുൾ. ഇവരുടെ ഇത് ഡോഗാടാ. ഇത് ആണ്, ഇത് ഭയങ്കര ഹ്യൂജ് ഡോഗാണ്. എന്തോ ടൈപ്പ് കണ്ടാ? എനിക്ക് കണ്ടിട്ട് ലയണാണ്, താടിയുണ്ട്. അതൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആനിമൽ. അതിന്റെ മൗത്തിൽ നിന്നാണ് ഇതിന്റെ റെയിൽ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ. അതെ, ഞങ്ങൾ ആദ്യമേ വിചാരിച്ചത് ഹാങ്ങിങ് ബ്രിഡ്ജ് ആയിരിക്കും, പക്ഷെ ഇതല്ല. കസാൻ കത്തീഡ്രലിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ്. എന്ത് ഒരു ബീച്ചോ സ്നോ. ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാലും അത്രയ്ക്കും റഷും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. ഭയങ്കര എനിക്കൊന്ന് ക്ലൈമറ്റിൻ്റെ തോന്നുന്നല്ലേ. പിന്നെ ടൂറിസ്റ്റ് അധികം വരാത്ത ടൈം ആയിരിക്കും. മേ ബി. പിന്നെ ഈ സ്നോഫോൾ ഉണ്ടായോണ്ട് എല്ലാരും പുറത്തേക്ക് ഇറങ്ങല. പിന്നെ അത് മാത്രല്ല വീക്ക് ഡേ അല്ലേ. പിന്നെ അത് മാത്രമല്ല, ഇന്റർനാഷണൽ ടൂറിസ്റ്റ് റഷ്യയിലേക്ക് വരുന്നത് ഭയങ്കര കുറവാണ്. ഞങ്ങൾ വരുന്നതിനെ കുറിച്ച് കുറേ സോഷ്യൽ മീഡിയ വെബ്സൈറ്റിലൊക്കെ ഞങ്ങൾ ചോദിച്ചായിരുന്നു ക്വസ്റ്റ്യൻസ് ആൾക്കാർക്ക്. മോസ്കോയിൽ പോകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് പ്ലാൻസ് കാര്യങ്ങളൊക്കെ വേണ്ടത്. പക്ഷേ അതിനകത്തുള്ള വേറെ പുറത്തുള്ള ആളുകൾ പറഞ്ഞത്, എസ്പെഷ്യലി അമേരിക്കൻസാണ് പറയുന്നത്, എന്തിനാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് അല്ലേ, നിങ്ങൾ പോകണ്ട, അവിടെ ഒന്നുമില്ല, അവിടെ എപ്പോഴും യുദ്ധമാണ്. പക്ഷേ ഞങ്ങൾ വന്നു ഇവിടെ. അതായത് ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തതാണ്. ആളുകൾ നമ്മൾ ചിലപ്പോൾ മാപ്പ് ഇങ്ങനെ നോക്കിയിട്ട് കൺഫ്യൂസ്ഡ് അടിച്ചിരിക്കും. അപ്പൊ അടുത്തുകൂടെ പോകുന്ന ഒരാൾ വന്നിട്ട് നമ്മുടെ ചോദിക്കുന്ന മാപ്പിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ ഫോണും നമ്മുടെ ഫോണും വെച്ചിട്ട് ലൊക്കേഷൻ കാണിച്ച് കറക്റ്റ് പറഞ്ഞു തരും, ഇത് അവിടെയാണ്, നിങ്ങൾ അങ്ങോട്ട് പോക്കോ. ഇത് വൺ ടൈമാണ് നമുക്ക് ഓക്കെ പറയാം. ഇത് എത്രയോ തവണ ഞങ്ങൾ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ഇരിക്കുമ്പോഴത്തേക്ക്, ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്ന ആളുകൾ കാണുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ടാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് ഭയങ്കര ഓവർവെൽമിങ് ആണല്ലേ. ആൾക്കാരൊക്കെ ഭയങ്കര നൈസാണ് ഇവിടെ. ആൻഡ് ഇപ്പോൾ കസാനിൽ എത്തിക്കഴിഞ്ഞു. കസാനിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ കസാൻ കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവർ ലേഡി ഓഫ് കസാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അതൊരു റഷ്യയിലെ മോസ്റ്റ് റിലീജിയസ്
ഐക്കോൺ പോലെയാണ്, അതിൻ്റെ ഇതാണ്. 1733 to 37 ആ ഒരു സമയത്ത് അത് ബിൽഡ് ചെയ്തത്. അത്രയും പഴക്കമുണ്ട് ഇതിന്. മേലെ തന്നെ ഒരു ക്രോസ് ഉണ്ടല്ലേ. ഇത് കണ്ടോ, നല്ല ഹ്യൂജ് ആണ്. ഒരു ഈ പോളിഷ് വാർ നടന്നപ്പോൾ നെപ്പോളിയൻ ടൈമിലൊക്കെ റഷ്യനെ പ്രൊട്ടക്ട് ചെയ്തത് ഈ കസാൻ ഓർ കസാൻ കത്തീഡ്രൽ അങ്ങനെയാണ് ഒരു വിശ്വസിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു സ്റ്റൈൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളൊരു പാർലമെന്ററി ഇതിന്റെയൊക്കെ ഒരു സ്റ്റൈലാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് കറക്റ്റ് അതാന്ന് വിചാരിക്കും. ആ സ്റ്റൈലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. റോമിലെ സെന്റ് ബസിലിക്ക ഇല്ലേ, അതിൻ്റെ ഒരു ആർക്കിടെക്ചറിലാണ് ഈ കസാൻ കത്തീഡ്രൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് ഇതിനൊരു യൂറോപ്യൻ സ്റ്റൈൽ വരുന്നത്. ഇതിനു മുമ്പ് ഈ കത്തീഡ്രൽ നിൽക്കുന്ന ഈ പ്ലേസിൽ വേറൊരു സ്മോൾ ചർച്ച് ടൈപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് 1730s ബിൽഡ് ചെയ്തതെന്ന് പറഞ്ഞത്. അത് പിന്നെ എംപറർ പോൾ I മാറ്റി ഈ ഒരു സെൻറ്റ് ബസിലിക്ക സ്റ്റൈലിൽ ഒരു ആർക്കിടെക്ചറിനോട് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതാണ്. ഇവിടെ നല്ല സ്നോ ചളിയായി കിടക്കുന്നുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ട്. ഇത് എക്സാക്ട്ലി എന്ന് വെച്ചാൽ നമ്മളവിടെ മഴ പെയ്യുന്ന പോലെ ഇതിലോട്ടുള്ള എൻട്രി ഫ്രീ ആയിരിക്കും അല്ലേ? ഇതല്ലേ ഫ്രീ? അതിന്റെ മേലോട്ട് ആ ഒരു പ്ലേസ് ഇല്ലേ, അവിടെ പോകുന്നതിന് എന്തോ ടിക്കറ്റ് ഉണ്ട്. പോയി നോക്കാം. ഇവിടുന്ന് ഡയറക്റ്റ് നോക്കിയാൽ ചർച്ച് ഓഫ് സേവിയർ ഓൺ ബ്ലഡ് അത് കാണാം. ഇതായിരിക്കും മേ ബി ലേഡി ഓഫ് കസാൻ ആ പിക് വാളിൽ കാണിക്കണ ആ ഒരു ഇത്. അറിയില്ല അതിനെ കുറിച്ച്. ഇത് കണ്ടോ, ഭയങ്കര ഹ്യൂജ് ആണ് ഇതിന്റെ പില്ലേഴ്സ് ഒക്കെ. അതാണ് ഒരു റോമത്തെ ബിൽഡിങ്സ് ഒക്കെ പോലെ അല്ലേ? അതെ അതെ. ഭയങ്കര തെളിവ് കിടക്കും. താഴെ നോക്കി കടന്നു കഴിഞ്ഞാൽ സ്ലിപ്പായി കിടക്കും. ഇത് ആണ് ഒരു ബുക്ക് കഫേ എന്ന് പറയുന്ന ഒരു കഫേ. സിംഗർ കഫേ കൺഫേം ചെയ്തിട്ട് പറയാം. ഇതിന്റെ എൻട്രൻസ് എങ്ങോട്ട് പോകണം? എൻട്രൻസ് അവിടെയാണടാ. അവിടെ നമ്മള് തിരിച്ചു പോകുന്നത് ഇവരുടെ കൂടെ അങ്ങനെ പോയി നോക്കാവാ. അല്ല, നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഫുൾ ആ ഒരു വൈഡ് ആംഗിൾ വ്യൂ ആണ്. ഇവിടെ ഫുട്പാത്ത് ഉണ്ട്. ഞങ്ങൾ ഫുട്പാത്തിൽ കൂടെ നടക്കാതെയാണ് നമ്മള് ഇതിലൂടെ നടന്നിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഉണ്ട്. ഹായ് പറയുന്ന രണ്ടുപേരും ഇങ്ങനെ. ചാനൽ പോലും തുടങ്ങാത്ത ഞങ്ങളുടെ ചാനലിന് വേണ്ടി ഇത്രയും ഫാൻസ്. അവർക്കറിയില്ലല്ലോ, ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഭയങ്കര ഫേമസ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ചോദിച്ചു കഴിഞ്ഞാൽ 2 മില്യൺ ഉണ്ടെന്നൊക്കെ പറഞ്ഞേക്ക്, തട്ട് വിട്ടേക്ക്. 2 മില്യനാ? ഓ, ആ കഫേ നോക്കിയേ, അടിപൊളി ലുക്ക്. ഇവിടെ കുറച്ച് ഡ്രസ്സപ്പ് വിത്ത് ലേഡീസ് ഉണ്ട്. അവര് ഇപ്പൊ വന്നതാണോ അതോ ഫോട്ടോ എടുക്കാൻ? അങ്ങനെയാണെങ്കിൽ അവരുടെ അടുത്തൊക്കെ പോവരുത്. അല്ല, വേണ്ട. പക്ഷെ ക്യാഷ് കൊടുക്കണം കേട്ടോ. ഹലോ, ഗുഡ് ഗുഡ്. Afid. Alexei, nice to meet you. Nice to meet you. What is the name? Fida. Fida, Queen Russia. And take photo, Fida. Telephone? No. Photo? No. പൈസ കൊടുക്കേണ്ടി വരേ. പാവം ചങ്ങായി. ഞാൻ ചോദിച്ചാ വാഴിച്ചിട്ട് കുത്തറിക്ക് പേടിയായിരുന്നു. ഫോട്ടോ എടുത്തില്ല നിങ്ങളെ? ഒറ്റ കുത്താ തരും ഫോട്ടോ. ചിലപ്പോൾ $100 ചോദിക്കേ. ഇവിടെ ഫുൾ സ്കാം വൈബ് കിട്ടുന്നുണ്ട് എനിക്ക്. ഒരു സ്കാമിലും ചെന്ന് പെടരുതെന്നാണ്. ഇവിടെയാണ് എൻട്രൻസ് വരുന്നത്. ഇതിന്റെ ഒരു വൈഡ് വ്യൂ ഞങ്ങൾ കാണിച്ചത്. History символик Санкт-Петербург. It's Vasilis. Sorry, my English is very, very bad. No. This you lion. You lion. Yes.
Are you? Male lion. You? This? Female Owl. lion. Owl. Owl? This owl? Owl. 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 My English is very, very bad. It's good. Owl. 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 Yeah. Owl. Yeah. Oh, owl. This. Ooh. Yeah. Owl. And നമുക്ക് ടൈമില്ലല്ലോ. Okay. St. Petersburg angel. How much for this one? 500. This 500. 1,000, 2,000, 3, 4, 5, 6, 7. This 7,000. Okay. This 500 and 1,000, 1,200, 2,500. Yes. Okay, we will come. ബൈ അങ്ങനെ പറഞ്ഞു ബൈ എന്ന് പറഞ്ഞത്, അങ്ങനെയല്ല പറഞ്ഞു ബൈന്ന്. ബൈ എന്നാണ് പറയുക. സോ ഞങ്ങൾ ഇതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ വ്യൂ. ഒരിങ്ങനെ ഒരു ആർക്ക് ഷേപ്പിലാണ് ഈ ഒരു കസാങ്കത്തുരുമ്പിൽ കിടക്കുന്നത്. പിന്നെ ബാക്കിലേക്കൊരു ബിൽഡിങ് പോലെ ഉണ്ട്. സോ അവിടെയാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇതാണ് കസാങ്കത്തുരുമ്പിൻ്റെ അവിടെ നിന്നുള്ളൊരു വ്യൂ. സോ ഞങ്ങളെന്തായാലും അകത്തേക്കൊന്ന് കയറി നോക്കാം അല്ലേ. സോ അവിടെയാണ് അതിൻ്റെ എൻട്രൻസ് കാണുന്നത്. അത്യാവശ്യം ആളുകളുണ്ട് ഇവിടെ. ഫോട്ടോ പല ഡ്രസ്സിലുള്ള ആളുകളെ കാണാം. എല്ലാം എടുക്കണ്ട. അവരടിപൊളിയാണ് കാണാൻ. ആള് വെച്ച് ഇനി ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഇവിടെ കുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് റിയൽ കപ്പിളാണ് തോന്നുന്നു അല്ലേ? അവരൊക്കെ കാണാൻ ആ ഡ്രസ്സിൽ കാണാൻ അടിപൊളി. പക്ഷെ നമുക്ക് അതേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ എടുക്കാതെ ആരെയും കണ്ടാകുമ്പോൾ പെണ്ണ് കയ്യിലൊക്കെ കയറി പിടിച്ച് ചോദിക്കുന്നത്. ഡ്രോയിങ്സ് ആണ്. സോ ഞങ്ങൾ കത്തീഡ്രലിലേക്ക് കയറുവാണ്. പട്ടി പാടില്ല അതുണ്ട്. ഐ മീൻ പെറ്റ്സിനെ കൊണ്ടുവരാൻ പാടില്ല. ഫോട്ടോഗ്രാഫി ഒന്നും പറഞ്ഞിട്ടില്ല അതിന്. പക്ഷേ അധികം സൗണ്ട് സംസാരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഫ്രീയാ. ഇതാണ് കത്തീഡ്രൽ. നല്ലൊരു സ്മെല്ലുണ്ട്, നമ്മളെ ചന്ദനത്തിൻ്റെ സ്മെല്ല്. നമുക്ക് ഇവിടുന്ന് എടുക്കാം. അല്ല, ഇത് നമ്മൾ എന്തോ നേർച്ച പോലെ എന്തോ ഉണ്ട്. ഓ, പൈസ ഇട്ട് കൊടുക്കാനുള്ളതാ. നല്ല സ്മെല്ലല്ലേ. ഇതാണ് കസാൻ കത്തീഡ്രൽ. സോ ഫോട്ടോ പറ്റിയേക്കല്ലേ. ഇവിടെ നമുക്ക് നേർച്ചയായിട്ട് നമ്മുടെ ക്യാൻഡിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ പ്രാർത്ഥന ഒരു ഓഫറിങ് പോലെ ചെയ്യാവുന്നതാണ്. ചെയ്യാൻ പറ്റും. എനിക്ക് ക്യാൻഡിൽ മേടിക്കണല്ലേ. എനിക്കൊന്ന് നേരെ കാണുന്നതാണ് ഇവിടെ തൽത്താര. ഇവിടെ ആളുകൾ ഇവിടുത്തെ ഡ്രോയിങ്സ് വരയ്ക്കുന്നതൊക്കെ കാണാം. ഓക്കെ, ഇവിടെ ഒരു ക്യൂ കാണാം. എനിക്കൊന്ന് ആളുകൾ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇരുന്നത്. മുസ്ലിംസ് അല്ലേ? മുസ്ലിംസ് അല്ലേ? ഏത് വീൽ ചെയറിൻ്റെ കൂടെ ഇരിക്കണം? വീൽ ചെയറിൻ്റെ കൂടെ ഉള്ള പെണ്ണ് അല്ല, ഇവിടെ ചിലവർ ക്രിസ്ത്യൻസ് തന്നെ ഇതിൽ കയറാറുണ്ട്, ഷോൾ ഇടാറുണ്ട് പ്രാർത്ഥനയ്ക്ക് സമയത്ത്. ഫ്രണ്ടിൽ വെക്കണം. എല്ലാവരും ഷോൾഡും ഉണ്ട്. പിന്നെ ഒരാളുടെ പ്രയർ കഴിഞ്ഞിട്ട് അവിടെ ഇതാവുണ്ട്, അവിടെ പോയി കിസ് ചെയ്യണം. ടൂറിസ്റ്റും പോകുന്നുണ്ട് തോന്നുന്നു കേട്ടോ. ടൂറിസ്റ്റുകളും ഉണ്ട് ഇവിടെ. ഇതൊരു ഇവിടെ ഒരു ഹോളി പ്ലേസ് പോലെ കണ്ടാന്ന് തോന്നുന്നു. ഇവിടെ കാണാൻ വരുന്ന ഒരുപാട് ആർട്ട് സ്റ്റുഡൻസോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുണ്ട്. എന്തോ ഒരു കോമ്പറ്റീഷൻ നടക്കണ പോലെ ഉണ്ട് കേട്ടോ. ഇവർ വന്നിട്ട് അതെ അതെ ഒരു ആർട്ട് പെയിന്റിംഗ് കോമ്പറ്റീഷൻ നടക്കാൻ പോലെ തോന്നുന്നു.
ഒരു കൊച്ചുകുട്ടി വരയ്ക്കുന്ന നൈസായിട്ട് ആ കുട്ടി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ലൈവായിട്ട് ആൾക്കാരൊക്കെ വരയ്ക്കുകയാണ്. ഇവിടെ എന്ത് സം കൈൻഡ് ഓഫ് കോമ്പറ്റീഷൻസ് നടക്കുകയാണ്. ഇവർ ഒറ്റ ഇതിലല്ല, പല ടൈപ്പിൽ വരയ്ക്കുന്നത്. ചിലവർ ക്രയോൺസ് യൂസ് ചെയ്യുന്നുണ്ട്, ചിലവർ ജസ്റ്റ് പെൻസിൽ ഡ്രോയിങ് പോലെ ചെയ്യുന്നത്. അതിൻ്റെ അവിടെയൊക്കെ വാട്ടർ കളേഴ്സ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അയ്യാ, ഇവിടെയൊക്കെ ചെക്കൻ വരയ്ക്കുന്നതൊക്കെ വാട്ടർ കളർ വെച്ചിട്ടാണ്. ഇത് പെൻസിലാണ്. എനിക്കൊന്നും ഇവിടുത്തെ സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു ഇതെല്ലാം. ഇവരെല്ലാവരും ഇതെല്ലാം ക്രയോൺസ് കാര്യങ്ങളെല്ലാം വെച്ച് വരയ്ക്കുന്നതാണ്. സോ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതെല്ലാം ഇവർ ഇത് വെച്ച് ക്യാൻഡിൽസ് ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടല്ലേ, നിലവിളക്കിൻ്റെ സ്റ്റൈലായത്. ശരിയല്ലേ? അടി ബോട്ടം വന്നിട്ട് ഇവിടെ കുറച്ചൊരു ഫ്ലാറ്റാന്ന് മാത്രമല്ല, നമ്മളവിടെ കുറച്ച് കർവ് ചെയ്തിട്ട് ഉള്ളിലേക്ക് എണ്ണ വെച്ച് താഴത്തൊക്കെ ഓക്കെയാണ്. ഇതൊക്കെ ബാഗിലൊട്ടിക്കുന്ന സ്റ്റിക്കേഴ്സ് അല്ലേ? ഇതൊക്കെ സ്റ്റിക്കേഴ്സാണ്. ഗ്ലാസ്സാണ്, പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് തോന്നുന്നു. അറ്റ്ലീസ്റ്റ് ഇവിടെ കാവ് ഒരാളെ മാത്രം മനസ്സിലായി. മറ്റേ അത് യേശു ക്രിസ്തു അല്ലേ? എന്താണ് ഇത് കുരിശുമുള്ളത്? അതിന് മാത്രം എനിക്ക് മനസ്സിലായി. ഇവിടുത്തെ പെയിൻറ്റിങ്സും ലൈറ്റിങ്സും ഒക്കെ എല്ലാം അടിപൊളിയാണ്. പിന്നെ മുകളിലൊക്കെ അവിടെ കാണുന്ന ആ ഒരു ഗോപുരം കണ്ട അതിൻ്റെ താഴെല്ലാം ആർട്ട് വർക്ക് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കൾപ്ചേഴ്സ് അല്ല, പക്ഷെ പെയിൻറ്റിങ്സ് ആണ്. പക്ഷെ പെയിൻറ്റിങ്സ് അല്ല, 3D ആണ്. 3D പോലെ ഫീൽ ചെയ്യുന്ന പെയിൻറ്റിങ്സ് അല്ലടാ, 3D ടാ. അതിൻ്റെ ഈ 4 കോർണേഴ്സിലുണ്ട് തോന്നുന്നു കേട്ടോ. 1 2 3 4 അവിടെ പെയിൻറ്റിങ്സ് ഉണ്ട്. ആൻഡ് റൂഫ് മൊത്തം ഇതേപോലെയുള്ള ഒരു ഡെക്കറേറ്റീവ് വർക്ക്സാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ പില്ലേഴ്സിൻ്റെ ടോപ്പിലെല്ലാം ഓരോ വർക്ക് പോലെ കാണാം. അതെല്ലാം ഒരു രൂപങ്ങളാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് കാത്തഡ്രലിൻ്റെ ഇൻസൈഡ് കാഴ്ചകൾ. ഇതിനകത്ത് നോക്കാം കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങണം. വീണ്ടും സ്നോഫാൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അങ്ങോട്ടാ? നെക്സ്റ്റ് ഞങ്ങൾ ഇവിടെ തന്നെ ചർച്ച് ഓഫ് സേവറം ബ്ലഡ് ഉണ്ട്. ഓർ മേ ബി ഞങ്ങൾ ഈ കഫേന്റെ തിങ്ങ ഒന്ന് പോയിട്ട് അവിടെയുള്ള കാഴ്ച കാണിക്കാം. കുറെ പ്രാവുകളൊക്കെ തണുപ്പത്ത് നിൽക്കുന്ന ഈ പ്രാവുകൾ. എൻ്റെ ഒരു ഷോട്ട് എടുത്ത് നോക്കട്ടെ. ഫീഡ് ഉണ്ടല്ലോ അവരെ? ഫീഡ് ചെയ്യാൻ പാടില്ലെന്നുള്ള. ഓ, അതിന് മുഖത്ത് കൊണ്ടേ വെക്ക്. ഭയങ്കര ഫ്രണ്ട്ലി ആട്ടെ ഈ പ്രാവുകളൊക്കെ. ഹായ് ഹായ് ഹായ്. What's your name? My name is Janet, and if you want, you can have a photo with these little. Yeah.
No, Don't I touch. just need to go buy some bread, and then they will just like. Come and sit in your hand. Come on, eat. Can you just look at these little birds for now, and I'm gonna come and like try them. ഇവിടെയുള്ള കുട്ടിയാണോടാ? അല്ല, അതിന് നമ്മള് പൈസ കൊടുക്കേണ്ടി വരാവോ? ആ, അതാരാ, നമുക്ക് ടൈമില്ല, പോവാ. നീ വേണമെങ്കിൽ കൈ അടുത്ത് വെച്ചു. നീ കൈ അടുത്ത് വെച്ചു. കൈ അടുത്ത് വെച്ച് നീ നിനക്ക് എടുക്കാൻ. അതിന്റെ അടുത്ത് ഒന്നും ഇല്ലല്ലോ. കൈ വെച്ചറിയില്ല. കയ്യിൽ എന്തെങ്കിലും വെക്കണം. എന്നാ വല്ലോം തായേന്ന് പറഞ്ഞു വരുന്ന കുട്ടിയെ കാണാൻ നമുക്കിവിടെ. ഒരു സ്പാരോ. ആക്ച്വലി ഇത് ഒന്നിനെ കണ്ടാല് വിഷക്കണ, രണ്ടെണ്ണത്തിനെ കണ്ടു. അപ്പൊ അത് മൈനയാണ്. രണ്ടുണ്ട്. ഇത് മൈനാണെങ്കിലും ഇവിടുത്തെ മൈന തരാം. അവിടെ ഒന്നുണ്ട്. ഇയാളെ എടുക്ക കാണിക്കാം ഇങ്ങോട്ട്. അവിടെ ആരോ ഉണ്ട്. അതിനകത്ത് കീറുക എന്നാണ് പറയുന്നത്. നേരെ കാണുന്ന സ്ഥലത്തേക്ക് വെക്കോ, അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി തിന്നു. അതാ വേറെ ഒരു സ്റ്റിക്കാ. അവിടെ ആ കഫേയിലൊക്കെ അവിടെ പോകാൻ പോകുന്നത്. അവിടെ ക്ലോസ് ചെയ്യാ.